നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡൽഹിയിൽ കൂടുന്ന സെൻട്രൽ കമ്മിറ്റി, അതായത് CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഇലക്ഷന് ശേഷം. അതായത് ബംഗാളിലെയും കേരളത്തിലെയും ഇലക്ഷൻ്റെ ഫലങ്ങൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് ആണ്. ഞാൻ ഇവിടെ കാണുന്നത് ഇലക്ഷന് ശേഷം എൻ്റെ സുഹൃത്ത്, എൻ്റെ 46 വർഷം ആയിട്ടുള്ള എൻ്റെ സുഹൃത്ത് ജാദവ്പൂരിലെ പ്രൊഫസർ റിട്ടയർ ചെയ്തിരിക്കുന്നു. ജാദവ്പൂരിൽ യൂണിവേഴ്സിറ്റിയിലെ ശ്രീ വിമാൻ ബാസുവിൻ്റെ കൂടെ SFI യൂണിറ്റിൻ്റെ ആദ്യ അധീശത്വം ഉറപ്പിക്കാൻ സഹായിച്ച, അല്ലെങ്കിൽ അത് അങ്ങനെ ഉറപ്പിച്ച ഒരാളാണ് എൻ്റെ സുഹൃത്ത്. അദ്ദേഹം ഈ ഞങ്ങളുടെ ഈ സംഭാഷണം പോസ്റ്റ് ഇലക്ഷന് ശേഷം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെറിയൻ, you know that I speak to Bimanda the way we speak. I said, well, you never told me this. I said, അദ്ദേഹത്തെ എനിക്ക് നേരാവണ്ണം അന്ന് മുതലേ അറിയാം. അദ്ദേഹത്തിന്റെ പിടിവാശി അദ്ദേഹത്തെ മനസ്സിൽ കയറി ഒരിക്കലും മാറത്തില്ല. അശോക് അല്ല, ആ മനുഷ്യൻ എൻ്റെ അടുത്ത് പറയുന്നത്, സോറി പേര് പറയുന്നത് ശരിയല്ല, എൻ്റെ എപ്പോഴും പറയുന്നത് ഈ മനുഷ്യന്റെ പിടിവാശിയാണ് ബംഗാളിലെ ഈ പാർട്ടിയുടെ ഈ പതനത്തിന് കാരണം. ബുദ്ധദേവനെ പോലും പാർട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഈ 80 മേലുള്ള അദ്ദേഹം ഒരു യങ്സ്റ്റേഴ്സിന്റെ ജാഥ നയിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണീർ വന്നു. ഈ വയസ്സാം കാലത്ത് അദ്ദേഹത്തിന് ഇത് ചെയ്യേണ്ടി വരുന്നത് സ്വന്തം, എനിക്ക് തോന്നിയതാണ്, ഈ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നത് സ്വന്തം പേഴ്സണാലിറ്റി ഒരു പറഞ്ഞ ഡിസോർഡറിന്റെ വിക്ടിമായി പോയ ഒരു നേതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് സെൻട്രൽ കമ്മിറ്റി കൂടുമ്പോൾ ഡൽഹിയിൽ ഇതുപോലെ ഒരു പിടിവാശിക്കാരനായ നമുക്ക് ഒരു മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ ചെല്ലുന്നു. അദ്ദേഹത്തിന് 75 വയസ്സ് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സെൻട്രൽ കമ്മിറ്റിയിലെ മെമ്പർക്ക് ധൈര്യമുണ്ടോ അദ്ദേഹത്തിന് മുമ്പിൽ പറയുവാൻ, നിങ്ങൾക്ക് 75 വയസ്സായി, നിങ്ങളുടെ എക്സെപ്ഷൻ കിട്ടിയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് മാറി നിന്നുകൂടെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ആ പാർട്ടിയിൽ ആർക്കെങ്കിലും ഉണ്ടാവുമെന്ന് താങ്കൾക്ക് കരുതുന്നുണ്ട്? ഞാനിത് പറയാൻ കാരണം, ഞാൻ ഈ വിമാൻ ബാസിനെ പറ്റിയുള്ള കഥകൾ കേട്ട് എൻ്റെ ചെവി തഴമ്പിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിൽ ബംഗാളിലെ അവസ്ഥ കേരളത്തിൽ CPM-നോ ഒരു ഇടതുപക്ഷ പാർട്ടിക്കും ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് പറയുന്നത്. അതിന് കാരണം നമ്മൾ പറഞ്ഞ അതേ ഡിസ്കഷനാണ്. BJP-ക്ക് അത് കൊടുക്കുന്ന പ്രവൃത്തിയായിരിക്കും അത്. താങ്കൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം സെൻട്രൽ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? താങ്ക് യു ചെറിയാൻ. എന്റെ അഭിപ്രായത്തിൽ നേരിട്ട് ആ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. തീർച്ചയായും ഇത്തവണ സെൻട്രൽ കമ്മിറ്റിയിൽ ഒന്നല്ല, നിരവധി പേർ പിണറായി വിജയന്റെ നേതൃത്വത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ തുറന്ന് ഉന്നയിക്കും. അത് അവർ പുറത്തു പറയുകയില്ല. തീർച്ചയായും അത് വളരെ നമുക്കറിയാമല്ലോ പാർട്ടിയുടെ പരമ്പരാഗത രീതിയിൽ. തീർച്ചയായും ശക്തമായിട്ടുള്ള ആവശ്യം സെൻട്രൽ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പരാജയത്തെ പറ്റി ഉന്നയിക്കപ്പെടും. കാരണം കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ പോലും അത് ഉന്നയിക്കുമെന്ന് എനിക്ക് തീർച്ചയായും ഉറപ്പാണ്. കാരണം കേരളത്തിൽ നിന്ന് ഉള്ള അംഗങ്ങളിൽ 84 പേരാണ് സെൻട്രൽ കമ്മിറ്റിയിൽ ആകെ ഉള്ളത്. അതിൽ 17 പേർ പൂർണ്ണ അംഗങ്ങളാണ്. ഷഹാബ് ബ്രിട്ടാസ് അദ്ദേഹത്തെ അടുത്ത കാലത്ത് അതിന്റെ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് പറയേണ്ട കാര്യവുമില്ല. അദ്ദേഹം പിണറായി വിജയന്റെ ഒരു 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 ഉപഗ്രഹമായിട്ട് മാത്രമേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുള്ളൂ. അതെ, അത്ര ഒരു ഉപഗ്രഹമായിട്ട് മാത്രമേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മൗനം പ്രധാനമല്ല. അദ്ദേഹം എന്താണ് പറയില്ല എന്നുള്ളവർ പറയാൻ കഴിയുകയില്ല. ക്ഷണിതാവാണ്. ബാക്കിയുള്ള 18 പേരിൽ എനിക്കറിയാം കൃത്യമായി 4 പേരെങ്കിലും കൃത്യമായ പാർട്ടി ഒരു സംസ്ഥാന ഘടകത്തിന്റെ പൊതു നിലപാട് എന്നുള്ള ഒരു നിലപാട് സെൻട്രൽ കമ്മിറ്റിയിൽ ഇല്ല. അത് വളരെ പ്രധാനമാണ്. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടന രീതി അറിയുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതായത് കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പ് സെൻട്രൽ കമ്മിറ്റി, കേരളത്തിൽ നിന്ന് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി കേരള ഘടകത്തിന്റെ നിലപാട് ഇതാണ്: പിണറായിയുടെ പ്രായപരിധി നിലനിർത്തണം അല്ലെങ്കിൽ നിലനിർത്തണ്ട എന്നൊരു തീരുമാനമെടുക്കൽ ഇല്ല.
അപ്പൊ അതുകൊണ്ട് സെൻട്രൽ കമ്മിറ്റിയിൽ ഓരോ സെൻട്രൽ കമ്മിറ്റി അംഗവും പൂർണ്ണ സ്വതന്ത്രനാണ്. പക്ഷെ ഇതുവരെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള പാർട്ടിയുടെ ആഭ്യന്തര ശക്തി സന്തുലനങ്ങൾ കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സഖാവ് വിജയന്റെ അപ്രമാദിത്വത്തിനെതിരായിട്ടുള്ള ചോദ്യം ഉണ്ടാവും. തീരുമാനം ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇതാണ് എനിക്ക് പറയുന്നത്. അതാണ് സാർ, തീരുമാനം ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ ആ ചോദ്യം ഉണ്ടാകുന്നുള്ളത് തന്നെയല്ലേ ഈ വളരെ വളരെ പ്രധാനവുമാണ്. അത് ചെറിയാനോ, ഇതിപ്പോ ചോദ്യം മാത്രമല്ല, ഇതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം മതി, പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നെ വേണം. പ്രശ്നവും ചോദ്യവും വ്യത്യസ്തമാണ്. ഇവിടെ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ വളർച്ചയ്ക്ക് ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ ഭൂതകാല എല്ലാ സേവനങ്ങളും, അദ്ദേഹത്തിന്റെ എല്ലാ ആദരവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ നീണ്ടകാല ത്യാഗസുരഭിലമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒട്ടും ആദരവ് കുറഞ്ഞു കാണിക്കാതെ അദ്ദേഹത്തിന് അരങ്ങൊഴിയാനുള്ള സമയവുമായി, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അരങ്ങൊഴിയാനുള്ള സമയവുമായി പ്രായവുമായി ആയി. ഇത് തിരിച്ചറിയുന്നവരാണ്. അത് പറയാൻ താങ്കൾ പറയുന്ന പോലെ അത് പറയാൻ കഴിയാത്തത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വരുതിയിലാണ്. സഖാവ് MA ബേബി അടക്കം. കാരണം MA ബേബി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയത് കേരള ഘടകത്തിന്റെയും സഖാവ് പിണറായിയുടെയും ഒരു അർദ്ധസമ്മതത്തോടു കൂടിയാണ്. അർദ്ധസമ്മതം എന്ന് ഞാൻ പറയുകയാണ്. കാരണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വരാൻ സാധ്യതയുണ്ടായിരുന്ന വേറൊരു പേര് വരാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സഖാക്കളും കൂടി അത് മനസ്സില്ലാ മനസ്സോടെ MA ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കി എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. അപ്പൊ അദ്ദേഹവും ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം ജനറൽ സെക്രട്ടറിയുടെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ബാലൻസ്ഡ് ആയിട്ടുള്ള തീരുമാനമെടുക്കുന്നതിന് പകരം അദ്ദേഹം പിണറായി വിജയനെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാക്കുന്നതിന് പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. അതായത് അദ്ദേഹം കൂടി പങ്കെടുത്ത പോളിറ്റ് ബ്യൂറോവിന്റെ മൊത്തം വികാരത്തിന് അനുസൃതമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് സഖാവ് MA ബേബി സ്വയം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിന് തീരുമാനിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോട്ടെ. കാരണം ഇത് ഇപ്പോഴത്തെ CPM-ലെ അവസ്ഥ സാധാരണവൽക്കരിക്കുന്നതിനുള്ള ഇപ്പോഴത്തെ കേരളത്തിലെ പ്രബല നേതൃത്വത്തിന്റെ ശ്രമമാണ് സാധാരണവൽക്കരിക്കുക. എന്നത്തെയും പോലെ ഇങ്ങനെ അടിത്തറ പോയിട്ടില്ല, അന്വേഷണം നടക്കുന്നു, കേന്ദ്ര കമ്മിറ്റിയിൽ അടുത്ത ചർച്ചയ്ക്ക് ശേഷം സ്വയം വിമർശനവും നടന്ന് എന്നിട്ട് ഒരു രേഖ അവതരിപ്പിച്ച് അടുത്ത സെൻട്രൽ കമ്മിറ്റി വരെ പോകുക എന്ന സാധാരണവൽക്കരണത്തിനുള്ള ശ്രമമാണ് ഈ പാർട്ടിയെ ഈ പരാജയത്തിലേക്ക് നയിച്ച കേരളത്തിലെ CPM നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. വളരെ അസാധാരണമായി പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി കൂടി സഖാവ് പിണറായി വിജയനെ നേതാവായി തെരഞ്ഞെടുക്കുക എന്ന സാങ്കേതിക ഇതിന് പകരം സെക്രട്ടേറിയറ്റ് കൂടി മുൻകൂട്ടി തന്നെ സെൻട്രൽ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി സംസ്ഥാന കമ്മിറ്റിയുടെ ഏകകണ്ഠമായ അതിന്റെ അംഗീകാരം നേടി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ പത്രക്കുറിപ്പിലൂടെ ലോകത്തോട് പറയുകയാണ്. അത് CPM-ലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഒരിക്കലും പ്രത്യേകം കൂടാതെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെയോ കാണുന്നു തോന്നുന്നു, ഈ തീരുമാനം പാർലമെന്ററി പാർട്ടിയെ അറിയിച്ചു എന്ന് ഗോവിന്ദൻ മാസ്റ്റർ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അറിയാൻ മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത്? ഇത് കേൾക്കുമ്പോ വരുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ പിണറായി പേടി ഇപ്പോഴും പേടിയല്ല. പിണറായി പേടിച്ച പിണറായിയും ചുറ്റുമുള്ള ഒരു സംഘം നേതാക്കളുമാണ് തീരുമാനിക്കുന്നത്. അത് പേടിയല്ല, അവർ തീരുമാനിക്കുകയാണ്. കാരണം ഇതിനെ പറ്റിയുള്ള തുറന്ന ഒരു അന്വേഷണം പരിശോധന വന്നാൽ ഈ സംഘം, ഈ പിണറായിക്ക് ചുറ്റുമുള്ള ഈ ഉയർന്ന നേതൃത്വം, വിജയരാഘവൻ, അങ്ങനെ നിരവധി പേരുകളുണ്ട് ഇതിനകത്ത് പറയാനായിട്ട്. ഇവരെല്ലാവരും പലതരത്തിലുള്ള വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങൾക്ക് അവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു AK ബാലൻ,
വിജയരാഘവൻ, ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്. ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു സ്ഥാപിത താല്പര്യമുള്ള പാർട്ടിയെ നിലയ്ക്ക് തന്നെ ഇതേപോലെ തന്നെ കൊണ്ടുപോകണം എന്ന് മാറ്റം ആഗ്രഹിക്കാത്ത പാർട്ടിക്ക് ഒരു പുതിയ നേതൃത്വവും അങ്ങനെ ഒരു തിരിച്ചുവരവും സാധ്യമാകലാണ് പ്രധാനമെന്ന് കരുതാത്ത ഒരു ഇന്നത്തെ പ്രബല നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെതിരായി വ്യക്തിപരമായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും. പക്ഷെ അവിടെയും ഉപജാപം സാധ്യമാണ്. അവിടെയും പഴയ പോലെ സാധിക്കുകയില്ല പണം കൊടുത്ത്, കാരണം പാർട്ടി ഇന്ന് അധികാരത്തിൽ എവിടെയുമില്ല. അപ്പോ വലിയ സുഖസൗകര്യങ്ങളും കേരള ഘടകത്തിന്റെ പ്രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് മറ്റു ഗുണങ്ങൾ ഇന്ന് കിട്ടാൻ സാധ്യത കുറവാണെങ്കിലും മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെയും മറ്റു തരത്തിലുള്ള ആശയപരമായ തെറ്റിദ്ധരിപ്പിക്കലൂടെയും ഒരു പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയന് പരിധി ബാധകമല്ല എന്ന പൊതു തീരുമാനം എടുക്കാൻ ഫെയ്റ്റ് അക്കോംപ്ലി, അത് താങ്കൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. സെൻട്രൽ കമ്മിറ്റിയിൽ പോകുന്നത് ഒരു ഫെയ്റ്റ് അക്കോംപ്ലി ആയിട്ടാണ്. ഒരു കാര്യം കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവാവുക എന്ന് പറഞ്ഞാൽ ബലത്തിൽ പാർട്ടിയെ നയിക്കുക എന്നാണ്. ഗോവിന്ദ മാഷ്ട സ്ഥിതി അറിയാം നിങ്ങൾക്ക്. അദ്ദേഹം പിണറായി തന്നെ തെരഞ്ഞെടുത്തയാളാണ്. ദയനീയമായ പരാജയമാണ് രാഷ്ട്രീയ ആശയപരമായ സംഘടന. അത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു ഇലക്ഷൻ പോലെ ക്രൂഷ്യൽ സമയത്ത് പാർട്ടി സെക്രട്ടറിയോട് പറയുവാണ് നിങ്ങൾ പ്രസ് കോൺഫറൻസ് ചെയ്യേണ്ട, വേറൊരാള് ചെയ്യും എന്ന് പറയുക. അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ആ പാർട്ടി സെക്രട്ടറി എന്തെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പല ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം കണ്ണാടി നോക്കാൻ മകൻ പറഞ്ഞു എന്ന് പറയുകയാണ്. അതിനുശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ സ്ഥാനത്ത് തുടരുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഏത് നെല്ലിപ്പലകയിലേക്കാണ് പോകുന്നത്? നമ്മൾ ആരും പറയുന്നത് ഇവരെ ആരെയും അപമാനിച്ച് അനാദരവോടുകൂടി പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്നല്ല. ആരും ആഗ്രഹിക്കില്ല. പിണറായി വിജയൻ പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ KSF-ൽ ഒരു സാധാരണ അംഗമായി യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരുന്ന സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിണറായി വിജയൻ KSF-ന്റെ പ്രസിഡന്റായി ഞാൻ താമസിച്ചിരുന്ന യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് AKG സെന്ററിലേക്ക് പോകുന്ന ചിത്രം. അപ്പൊ അത്രത്തോളം എനിക്ക് പിണറായിയോട് ഇവര് വ്യക്തിപരമായ നന്ദിയുമുണ്ട്. കാരണം വിഭാഗീയതയുടെ കാലത്ത് എന്റെ ശരിയായ നിലപാടുകളെ അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളത്. പക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ചു അത് രാഷ്ട്രീയമായ മനസ്സിലാക്കലാണെന്ന്. പക്ഷെ രാഷ്ട്രീയമായ മനസ്സിലാക്കലല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷെ അതെന്നാൽ പോലും അദ്ദേഹം എനിക്ക് വേണ്ടി പാർട്ടിക്കകത്ത് പൊരുതിയിട്ടു. താങ്കൾക്കറിയാമോ, ഞാൻ അങ്ങനെ അദ്ദേഹത്തെ തള്ളിപ്പറയുമ്പോൾ വെറും എന്തെങ്കിലും ഒരു വൈകാരിക കാര്യത്തിനല്ല, എനിക്ക് വേണ്ടി പൊരുതിയിട്ടുണ്ട്. ഞാൻ പാർട്ടി ദേശാഭിമാനിയുടെ ഉപദേശക എഡിറ്ററായി വരണമെന്ന നിർദ്ദേശം അദ്ദേഹം ഉന്നയിച്ചപ്പോൾ അതിന് കടുത്ത എതിർപ്പായിരുന്നു അദ്ദേഹത്തിന്റെ വൃന്ദത്തിൽ നിന്ന് തന്നെ ഉണ്ടായത്. കാരണം അവർക്ക് വേറെ തരത്തിൽ അരാജകത്വം അനുഭവപ്പെടുമായിരുന്നു അതിന്റെ കാലുകൾക്ക്. പക്ഷെ ഞാനത് പിന്നീട് അറിയുകയാണ് ഇതൊക്കെയാണ്. അപ്പൊ എനിക്കൊരിക്കലും പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയോ തള്ളിപ്പറയാൻ എനിക്ക് പറ്റില്ല. എന്നിലുള്ള മനുഷ്യന് കഴിയില്ല. അപ്പൊ ഞാനിത് പറയുന്നത് അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും ഗുണത്തിനാണ്. അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഒരു വെടിവെപ്പോ ലാത്തിച്ചാർജോ നടന്നാൽ അവിടെ ഉടൻ എത്താൻ കഴിയുകയില്ല. പ്രത്യേക ആളുകളുടെ കുറിപ്പിൽ കൂടിയല്ലാതെ പ്രസംഗിക്കാൻ കഴിയുകയില്ല. ഇതെല്ലാം മനുഷ്യ സഹജമാണ്, എല്ലാവർക്കും വരുന്നതാണ്, എനിക്കും ചെറിയാനും വരുന്നതാണ്. അപ്പൊ അത് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒഴിയുക എന്ന് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതില് എനിക്ക് വളരെ എനിക്ക് ഒരു മനസാക്ഷിയിൽ ലവലേശം സംശയമില്ല. ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഇന്ത്യയിലെ ജനാധിപത്യത്തിനും വേണ്ടിയാണ് പറയുന്നത്. കാരണം പിണറായി വിജയൻ തുടരുന്ന ഇനി പിണറായി വിജയനും ഈ ഗോവിന്ദൻ മാഷുമാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ അതിന് തിരിച്ചു വരവ് അസാധ്യമാണ്.